ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ നിലപാട് അവരാണ് വ്യക്തമാക്കേണ്ടത്. അവർക്ക് CPM-ൽ നിൽക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ CPM അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ CPM ഒഴിവാക്കുകയാണ് എന്നവർക്ക് തോന്നിയാൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയോട് യോജിക്കാവുന്ന ഏതെങ്കിലും പാർട്ടിയിൽ അവർക്ക് ചേർന്ന് പ്രവർത്തിക്കണമെന്നും പാർലമെന്ററി രംഗത്ത് വീണ്ടും ആകണമെന്നും അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് അവരെ സ്വാഗതം ചെയ്യും. അത് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് അവരാണ്. ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങളുടെ വാതിൽ അവർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവർ ഈ കോൺഗ്രസിലേക്ക് UDF-ന്റെ ഭാഗമാകുന്നതിനോ ഞങ്ങൾക്ക് എതിർപ്പില്ല. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് അവരാണ്. അവർ തീരുമാനമെടുത്താൽ തീർച്ചയായും അവർക്കൊരു സ്പേസ് കൊട്ടാരക്കരയിലുണ്ട്. കൊട്ടാരക്കര ജനങ്ങളുടെ ഇടയിൽ അവർക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നിന്നുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ രംഗത്ത് സജീവമാകണം, പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ CPM അതിന് അവസരം കൊടുക്കുന്നതിൽ അവരെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സാഹചര്യത്തിൽ അവർക്ക് തീർച്ചയായും UDF-ലേക്ക് വരാം. UDF വന്നാൽ അവരെ ഏത് തരത്തിൽ പരിഗണിക്കുമോ ആ പരിഗണന കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഞങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് ഐഷ പോറ്റിയാണ്. ആ സ്പേസ് ഉപയോഗപ്പെടുത്തി കൊട്ടാരക്കര UDF മണ്ഡലമാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ 3 വർഷം ഇവിടെ MLA ആയിരുന്ന് വളരെ ജനകീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരാളാണ്. അത് കാരണം വെച്ചാൽ ശ്രീ R. ബാലകൃഷ്ണപിള്ള സാർ കുറേ കാലമായി കൈകാര്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ ജനപ്രതിയായിരുന്ന ഒരു മണ്ഡലമാണ് ഇവിടെ. പെട്ടെന്ന് ബാലകൃഷ്ണപിള്ള സാർ മാറി ഐഷ പോറ്റി വരികയും അവർ കുറെ കൂടി താഴോട്ട് ജനങ്ങളുടെ ഇടയിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആളുകൾക്ക് അവരോടൊരു താല്പര്യം ഉണ്ടായി. ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലുള്ള അവരുടെ ഒരു അപ്രോച്ചും അല്ലെങ്കിൽ പ്രവർത്തനമൊക്കെ വന്നപ്പോൾ ആളുകൾക്കൊരു ഇന്നും അവർ MLA ആയിരുന്ന ആ ഒരു കാലഘട്ടം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ജനങ്ങളുടെ ഇപ്പോഴും ആ ഒരു അഭിപ്രായം നിലനിൽക്കുന്നത്. അത് തീർച്ചയായും ഐഷ പോറ്റി എന്ന ജനപ്രതി അവർ ആയിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഇപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ അവരുടെ നിലപാടുകളും അവരുടെ അപ്രോച്ചുമൊക്കെ ജനങ്ങളുടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊട്ടാരക്കരയിൽ തീർച്ചയായും ഒരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അടുത്തിടെ കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയും ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ, അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ ഐഷയെ പറ്റി കോൺഗ്രസോട്ട് അടുക്കുന്നുണ്ടോ എന്നൊരു ചർച്ച സജീവമാകുന്നത്. അത് G. സുധാകരൻ ആലപ്പുഴയിലെ കോൺഗ്രസിലെ പരിപാടികളിൽ പലതിലും പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുപോലെ അനുസ്മരണ സമ്മേളനങ്ങൾ, പല സെമിനാറുകൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടക്കുന്ന ആലപ്പുഴ നടക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ മുൻ മന്ത്രിയായിരുന്ന G. സുധാകരൻ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ കൊട്ടാരക്കരയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു അനുസ്മരണം വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രതിപക്ഷ MLA ആയും ഭരണകക്ഷി MLA ആയിരുന്ന ജനപ്രതിയാണ് ഐഷ പോറ്റി. അപ്പോൾ ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ചൊക്കെ ഞങ്ങൾ പറയുന്നതിനേക്കാൾ കുറേ കൂടി പ്രാധാന്യം അന്ന് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും MLA ആയിരുന്ന ഐഷ പോറ്റി പറയുന്നതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ. അത് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മാത്രം അനുസ്മരണ സമ്മേളനമല്ല, മറ്റു പാർട്ടിക്കാരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഐഷ പോറ്റി ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ അവർ വരാൻ ശ്രമിച്ചു. ഞങ്ങൾ CPI അപ്പോൾ അവിടുത്തെ മൈലം പഞ്ചായത്തിലെ CPM-ന്റെ ഒരു സീനിയർ ജനപ്രതിയാണ് അവരയച്ചത്. മറ്റു പാർട്ടികളെല്ലാം വിളിച്ചിരുന്നു. അപ്പോൾ അതൊരു കോൺഗ്രസിന് മാത്രം ഒരു അനുസ്മരണ സമ്മേളനമായിരുന്നില്ല, മറിച്ച് എല്ലാവരുമായി എല്ലാ പാർട്ടികളിലും പ്രതികളുണ്ടായിരുന്നു. അതിൽ ഐഷ പോറ്റിയാണ് കൂടുതൽ പ്രോമിനൻസ് കിട്ടിയ. കാരണം എന്ന് വെച്ചാൽ അവർ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഭരണകക്ഷി പ്രതിപക്ഷ MLA ആയിരുന്ന, ഇടതുപക്ഷ MLA ആയിരുന്ന, അത് ആ ഒരു പ്രാധാന്യം അതിൽ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയല്ല ഞങ്ങൾ അവരെ വിളിച്ചത്. അതാണ് അങ്ങനെ ഇല്ലാന്ന് തന്നെ ഐഷ പോറ്റി സാർ തന്നെ പറഞ്ഞല്ലോ, ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരിൽ ഒരാളാണ് അവർ. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് തന്നെ ജില്ലയിലിരുന്നു. അതിനുശേഷം 3 ടൈം MLA ആയിരുന്നു. വളരെ അംഗീകരിക്കപ്പെട്ട നല്ല റെസ്പെക്റ്റഡ് ആയിട്ടുള്ളതാണ്. പാർട്ടി കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു, പാർട്ടി ജില്ലാ കമ്മിറ്റിയിലും എടുത്തിരുന്നു. ഇതിനിടയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ജില്ലാ കമ്മിറ്റി അത്രയും വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ജില്ലാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചുമതലകൾ തന്നെയാണ്. എത്രയോ ഇപ്പോൾ ഈ കൊട്ടാരക്കരയ്ക്ക് ഇത്രയും ആളുകളുണ്ടെങ്കിൽ ഇവിടുന്ന് ജില്ലാ കമ്മിറ്റി ഒരാൾ ഇപ്പോൾ
ഒരാളെ ജില്ലാ കമ്മിറ്റിയുള്ളൂ. കൊട്ടാരക്കരയിൽ നിന്ന് ഇത് കൂടാതെ ഒരാൾ മാത്രമേ, ഏരിയ സെക്രട്ടറി മാത്രമേ ഉള്ളൂ ജില്ലാ കമ്മിറ്റിയുള്ളൂ. 2 പേര്, പിന്നെ ദേവസ്വം ബോർഡ് പിന്നെ മെമ്പറായിരുന്ന സുന്ദരേശൻ, 2 പേരേ ഉള്ളൂ. വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട ആളാണ്. ബാർ കൗൺസിലിൽ അംഗമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഉത്തരവാദിത്തമാണ്. പിന്നെ കുറച്ചൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, ആ സമയത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഏതായാലും വളരെ പക്വതയോടുകൂടി ഐഷാപ്പുരി സഹോദരൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഈ മണ്ഡലത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തതാണ്. ഞാൻ ജില്ലാ സെക്രട്ടറി ആയും ഈ മണ്ഡലത്തിലെ ചാർജ് ആയിരുന്നു. ഇലക്ഷന് ആദ്യമായിട്ട് ആ സഖാവ് മത്സരിക്കുമ്പോൾ ഇവിടുത്തെ ചാർജ് എനിക്കാണ്. 2006 ഞാൻ SFIയുടെ DYFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്നപ്പോൾ. അന്ന് മുതലേ എത്രയോ വർക്കുകൾ ചെയ്യുന്നതാണ് അവർ. അപ്പോൾ അതിനകത്തെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണത്തിന് പോയപ്പോൾ ഉണ്ടാക്കിയ വിവാദത്തിന് അവിടെ വെച്ച് തന്നെ മറുപടി പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്നും അങ്ങനെയില്ല. കാരണം ഇതിനകത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളൊന്നും അങ്ങനൊന്നും മറ്റുള്ളവർ പറയുന്നതൊന്നുമല്ല. അവരവർക്ക് ഓരോരുത്തർ ധാരണയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ വികസന കാര്യങ്ങളിലും ഇവിടുത്തെ ചരിത്രത്തിലും വലിയ സ്ഥാനമുള്ളവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യമില്ല. ഞങ്ങളൊക്കെ തമ്മിൽ സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ ആലോചിക്കുകയും വികസന കാര്യങ്ങളൊക്കെ പരസ്പരം ആലോചിച്ചൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. കുറച്ചുകൂടി ഒരു പരിഗണന തീർച്ചയായിട്ടും പിന്നെ പരിഗണനയുണ്ട്. കൂടുതൽ പരിഗണന അക്കാര്യത്തിലൊക്കെ അതുണ്ടാവും. അതിനൊന്നും തർക്കമില്ല. അല്ലെ നമ്മൾ തീർച്ചയായും കമ്മിറ്റിയിലുണ്ട്. അത് ഇപ്പം കുറച്ചുകൂടെ വർക്ക് ചെയ്യാം. ഈ ചികിത്സ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് തന്നെയാണ് അക്കാര്യത്തിനകത്തുണ്ടാവുന്നത്.